Kerala Reader English Class 9 Unit 4 The Unstoppable Soul Surfer എന്ന ആദ്യത്തെ പാഠത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Let's read. Imagine the one thing you love to do the most. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. Now imagine. ഇപ്പോൾ വീണ്ടും നിങ്ങൾ സങ്കല്പിക്കുക. ഔട്ട് ഓഫ് നോവെയർ, അതായത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ സംതിങ് ഹാപ്പൻസ്, എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിക്കുകയാണ്. ആൻഡ് യു റിയലൈസ് യു മേ നെവർ ബി ഏബിൾ ടു ഡു ഇറ്റ് അഗൈൻ. പിന്നീട് ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാനേ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഹൗ വുഡ് യു ഫീൽ? നിങ്ങൾക്ക് എന്ത് തോന്നും? സാഡ്, അതായത് സങ്കടം, അല്ലെങ്കിൽ ദുഃഖം, ആംഗ്രി, ദേഷ്യം, അല്ലെങ്കിൽ ഷെൽ ഷോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ആകെ തളർന്നു പോയൊരു അവസ്ഥ. For 13-year-old Bethany Hamilton, the answer was all of the above. അതായത് ഈ 13 വയസ്സുകാരി ബെത്തനി ഹാമിൽട്ടനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ, അതായത് ഹൗ വുഡ് യു ഫീൽ എന്ന് ചോദിച്ചപ്പോൾ, ദ ആൻസർ വാസ് ഓൾ ഓഫ് ദ അബവ്, അതായത് സാഡ്, ആംഗ്രി, ഷെൽ ഷോക്ക്ഡ് എന്നായിരുന്നു. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ ഓഥറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ബെത്താനി ഹാമിൽട്ടൺ, born on 8 February 1990 in Hawaii, an island state of the United States. 1990 ഫെബ്രുവരി 8 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ ജനിക്കുന്നത്. ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി വുമൻ, ഇവരൊരു അസാധാരണമായ ഒരു വനിതയായിരുന്നു. ഹൂസ് ലൈഫ് ഈസ് എ ടെസ്റ്റമെന്റ് ടു റെസീലിയൻസ് ആൻഡ് ടെനാസിറ്റി. എന്താ അതിൻ്റെ അർത്ഥം? ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ തെളിവ്, റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു അതിജീവനം, ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം. അപ്പം ദൃഢനിശ്ചയത്തോടെ അതിജീവിച്ചതിൻ്റെ ഒരു തെളിവാണ് ഇവരുടെ ജീവിതം. അറ്റ് ദ ഏജ് ഓഫ് 13 ഷീ ഫേസ്ഡ് എ ലൈഫ് ഓൾട്ടറിംഗ് ഷാർക്ക് അറ്റാക്ക് വൈൽ സർഫിംഗ് ദാറ്റ് കോസ്റ്റ് ഹെർ ആൻ ആം. 13-ാം വയസ്സിൽ സർഫിംഗ് ചെയ്യുന്നതിനിടെ ഒരു സ്രാവിൻ്റെ ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നു. ഓക്കെ, ആ ആക്രമണം അവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അതാണ് ലൈഫ് ഓൾട്ടറിംഗ് എന്ന് പറയുന്നത്. ആ ആക്രമണത്തിൽ അവർക്കൊരു കൈയും നഷ്ടപ്പെട്ടു. റിമാർക്കബിളി വിതിൻ എ മന്ത് ബെത്താനി റിട്ടേൺ ടു സർഫിംഗ് ആൻഡ് വിത്ത് അൺവേവറിംഗ് ഡിറ്റർമിനേഷൻ അൾട്ടിമേറ്റ്ലി ടു പ്രൊഫഷണൽ സർഫിംഗ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്നാൽ, ഒരു മാസത്തിനുള്ളിൽ ഈ ബെത്താനി തിരിച്ചു സർഫിംഗ് ചെയ്യാൻ ആരംഭിച്ചു. ആൻഡ് വിത്ത് അൺവേവറിംഗ് ഡിറ്റർമിനേഷൻ, തളരാത്ത നിശ്ചയദാർഢ്യത്തോടെ അവർ ഒടുവിൽ പ്രൊഫഷണൽ സർഫിംഗ് ചെയ്യാൻ ആരംഭിച്ചു. ഷീ റോട്ട് അബൌട്ട് ഹെർ എക്സ്പീരിയൻസ് ഇൻ ഹെർ ഓട്ടോബയോഗ്രഫി സോൾ സർഫർ, എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്, ഫാമിലി ആൻഡ് ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോർഡ് ഇൻ 2004, which was adapted into the 2011 feature film സോൾ സർഫർ. സോൾ സർഫർ എന്ന ഒരു ആത്മകഥ ഇവർ എഴുതി. അതിൽ ഇവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇവരുടെ അനുഭവ കഥയാണത്. അതിൽ എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ ആ ഒരു കഥ. ഫാമിലി, കുടുംബം. ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോർഡ്, അതായത് തിരിച്ച് ബോർഡിലേക്ക് വരാനുള്ള പോരാട്ടം. ഇത് 2004 എഴുതുന്നത്. പിന്നീട് 2011 സോൾ സർഫർ എന്ന് പറഞ്ഞ ഒരു സിനിമ നിർമ്മിച്ചു. അത് ഈ ഓട്ടോബയോഗ്രഫി ആധാരമാക്കിയിട്ട് ഒരു സിനിമ നിർമ്മിച്ചു. ഷീ വെന്റ് ഓൺ ടു അച്ചീവ് റിമാർക്കബിൾ സക്സസസ് ആസ് എ പ്രൊഫഷണൽ സർഫർ, അതായത് അവൾ ഒരു പ്രൊഫഷണൽ സർഫർ ആയിട്ട് ശ്രദ്ധേയമായ വിജയം നേടി. ഡിഫൈനിങ് ദ ഓഡ്സ് ആൻഡ് ബിക്കമിങ് ആൻ ഇൻസ്പിറേഷൻ ടു മെനി, പ്രതിബന്ധങ്ങളെ ധൈര്യത്തോടെ നേരിടുകയും പലർക്കും പ്രചോദനമായി തീരുകയും ചെയ്തു. ഷീ റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, അവൾക്ക് നിരവധി അവാർഡുകളും ബഹുമതികളും ലഭിച്ചു. അതിൽ ചിലത് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ നോക്കാം. ESPY അവാർഡ് 2004, NSSA നാഷണൽ ഹെൽപ്പിംഗ് കിഡ്സ് ചാമ്പ്യൻഷിപ്പ് 2005, ASP വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് 2008. ഇതൊക്കെയാണ് അതിൽ ചിലത്. അപ്പം നമുക്ക് ഈ ലെസൺ വായിച്ചു തുടങ്ങാം. ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. ഫസ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദ ബ്ലൂ. I had no warning at all, not even the slightest hint of danger on the horizon. എന്ന് വെച്ചാൽ ആ സംഭവം ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒരു സൂചനയും ഇല്ലാതെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വളരെ പെട്ടെന്നാണ് നടന്നത്. The water was crystal clear and calm.
It was more like swimming in a pool rather than the deep ocean waters in Kauai, Hawaii, where I go almost every morning to surf with my friend Alana Blanchard or the other girls on the Hanalei Girls Surf Team. ഒന്നുകിൽ ഞാൻ അലാന ബ്ലാൻചാർഡ് എന്ന എൻ്റെ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഞാൻ ഹനാലെ ഗേൾസ് സർഫ് ടീം, ആ ഒരു ടീമുണ്ട് പെൺകുട്ടികളുടെ സർഫിംഗ് ടീം, അവരുടെ കൂടെ ആയിരിക്കും സർഫ് ചെയ്യുക. എല്ലാ മോർണിംഗ് ഞാൻ സർഫിങ്ങിന് പോവാം. ആ പോകുന്ന സ്ഥലത്തെ ഹവായിലെ കവായ് എന്ന് പറഞ്ഞ ഒരു ദ്വീപും അവിടുത്തെ ബീച്ചിലൊക്കെയാണ് ഇവിടെ ചെയ്യുക, സർഫിങ് ചെയ്യുക. അന്നത്തെ ദിവസം ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. വെള്ളം വളരെ സ്ഫടികം പോലെ തെളിഞ്ഞതും ശാന്തവുമായിരുന്നു. എങ്ങനെ ശാന്തം? ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിംഗ് പൂൾ, ഒരു സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ ശാന്തമായിരുന്നു. റാദർ ദാൻ ഡീപ്പ് ഓഷ്യൻ വാട്ടേഴ്സ്, ഒരു ആഴമേറിയ സമുദ്രം പോലെ അല്ലായിരുന്നു. The waves were small and inconsistent, and I was relaxing on my board with my right hand on the nose of the board and my left arm dangling in the cool water. ആ സമയത്ത് അവിടെ ഓളങ്ങളൊക്കെ വളരെ ചെറുതായിരുന്നു, ഇൻകൺസിസ്റ്റൻ്റ്, അതായത് സ്ഥിരതയില്ലാതായിരുന്നു. അതുകൊണ്ട് ഐ വാസ് റിലാക്സിങ് ഓൺ മൈ ബോർഡ്, എൻ്റെ ബോർഡിൻ്റെ മേലെ ഞങ്ങൾ റിലാക്സ് ചെയ്ത് കിടക്കുകയായിരുന്നു. എൻ്റെ വലത് കൈ ബോർഡിൻ്റെ മുൻഭാഗത്തേക്കും ഇടത്തെ കൈ അങ്ങനെ വെള്ളത്തിലേക്ക് അങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നത്, അതായത് ഡാംഗ്ലിംഗ് ഇൻ ദ കൂൾ വാട്ടർ, ആ കൂളായിട്ടുള്ള വെള്ളത്തിലേക്ക് അങ്ങനെ തൂക്കിയിട്ടിട്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് ബോർഡിൽ കിടക്കുകയായിരുന്നു. ഐ റിമെമ്പർ തിങ്കിങ് ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ വെൻ സഡൻലി ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ഗ്രേ. അതായത് പെട്ടെന്ന് മിന്നായം പോലെ ഒരു ഗ്രേ കളർ, ഒരു ഫ്ലാഷ്, അതായത് അത്രയും ഞൊടി നേരം കൊണ്ടാണ് ഞാൻ ആ ഗ്രേ കളർ കാണുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ, അതായത് തിരമാലകൾ ഒന്ന് ശക്തി പ്രാപിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഈ സർഫിങ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഒന്നും എനിക്ക് ഓർമ്മയില്ല. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ദാറ്റ്സ് ഓൾ ഇറ്റ് ടുക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ്. അതായത് ഒരു നിമിഷത്തിൻ്റെ ഒരു അംശം, അത്രയും ചുരുങ്ങിയ സമയം മാത്രമേ അതിനെടുത്തിരുന്നുള്ളൂ. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ് തഗ്സ്. എനിക്ക് വല്ലാതെ സമ്മർദ്ദം തോന്നി, ഭയങ്കര പ്രഷർ തോന്നി. അതുകൂടാതെ ലൈറ്റ്നിങ് ഫാസ്റ്റ് തഗ്സ്, അതായത് ഒരു മിന്നൽ വേഗത്തിലുള്ള വലിച്ചെടുക്കലുകൾ എനിക്ക് തോന്നി. ഐ കുഡിൻറ്റ് മേക്ക് ഔട്ട് എനി ഓഫ് ദ ഡീറ്റെയിൽസ്. ഒരു കാര്യവും എനിക്ക് മനസ്സിലായില്ല. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഐ ന്യൂ ദാറ്റ് ദ ഹ്യൂജ് ജോർസ് ഓഫ് എ മാസീവ് ടൈഗർ ഷാർക്ക് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം. അതായത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വളരെ വലിയ ഒരു ടൈഗർ ഷാർക്കിൻ്റെ വായൻ്റെ അകത്ത് എൻ്റെ ഈ സർഫിംഗ് ബോർഡിൻ്റെ ഒരു ഭാഗവും പിന്നെ എൻ്റെ ഇടത് കൈയും ആയി എന്നുള്ളത് കാര്യം എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ഫണി, യു വുഡ് തിങ്ക് ഹാവിങ് യുവർ ആം ബിറ്റൻ ഓഫ് വുഡ് റിയലി ഹേർട്ട്. നിങ്ങളുടെ കൈ കടിച്ചു പറിക്കുന്ന സമയത്ത് വേദന ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നിയേക്കാം. ബട്ട് ദർ വാസ് നോ പെയിൻ അറ്റ് ദ ടൈം. പക്ഷേ ആ സമയത്ത് ഒരു വേദനയും എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഐ ഫെൽറ്റ് പ്രഷർ ആൻഡ് കൈൻഡ് ഓഫ് എ ജിഗിൾ തഗ്. അതായത് ആ സമയത്ത് വല്ലാതെ സമ്മർദ്ദവും പിന്നെ ജിഗിൾ തഗ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് പറിച്ച് വലിക്കുന്ന ഒരു വലിവ്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിച്ച് ഐ നോ നൗ വാസ് ദ ടീത്ത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി അത് പല്ലുകളാണ്. അതിൻ്റെ അർത്ഥം എന്താ? ആ ഷാർക്ക് എന്നെ കടിച്ച് പറിച്ചെടുക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ദേ ഹാവ് സെറേറ്റഡ് എഡ്ജസ് ലൈക്ക് എ സ്റ്റീക്ക് നൈഫ്. അതായത് സ്റ്റീക്ക് നൈഫിലുള്ള പല്ലുകൾ പോലെ ആയിരുന്നു ഈ ഷാർക്കിൻ്റെ പല്ലുകൾ. അതായത് സ്റ്റീക്ക് നൈഫിൽ പല്ലുകൾ ഉണ്ടാവും, പല്ലുകൾ, അങ്ങനത്തെ കത്തിയാണിത്. അതായത് നമ്മൾ ടേബിളിൽ ഇറച്ചിയൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഇറച്ചീൻ്റെ കഷ്ണം നല്ലോണം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയാണ് ഈ സ്റ്റീക്ക് നൈഫ്. ആൻഡ് ദേ സോഡ് ത്രൂ ദ ബോർഡ് ആൻഡ് മൈ ബോൺസ് ആസ് ഇഫ് ദേ വർ ടിഷ്യൂ പേപ്പർ. അതായത് എൻ്റെ എല്ലിലൂടെയും പിന്നെ ആ ബോർഡിലൂടെയും അതങ്ങോട്ട് ആഴ്ന്ന് മുറിഞ്ഞ് ഇറങ്ങി അത്രയും എളുപ്പത്തിൽ. അതായത് ഒരു ടിഷ്യൂ പേപ്പറിനെ നമ്മൾ ഇങ്ങനെ പിടിച്ച് കീറുന്ന പോലെ അത്രയും ലാഘവത്തോടു കൂടിയാണ് ഈ സർഫിംഗ് ബോർഡും എൻ്റെ കയ്യിലെ എല്ലുകളും ഈ സ്രാവ് കടിച്ചെടുത്തത്. ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. എൻ്റെ ചോര കാരണം എൻ്റെ ആ ചുറ്റുമുള്ള വെള്ളം നല്ല കടും ചുവപ്പാകുന്നത് ഞാൻ കണ്ടു. Then I saw that my arm had been bitten off almost to the shoulder. പിന്നെ ഞാൻ കണ്ടത് എന്താണ്? എൻ്റെ കൈ ഏകദേശം ഷോൾഡറിൻ്റെ അടുത്ത് വെച്ചിട്ട്
കടിച്ച് കൊണ്ടുപോയതായിട്ടാണ് ഞാൻ കണ്ടത്. ദർ വാസ് ജസ്റ്റ് എ 3 or 4 inch സ്റ്റബ് വേർ മൈ ലിംബ് ഹാഡ് വൺസ് ബീൻ. ഒരിക്കൽ എൻ്റെ കൈ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 3-4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കുറ്റി പോലെ, അതാണ് സ്റ്റബ് എന്ന് പറയുന്നത്, ഒരു കുറ്റി പോലെ ആണ് ഉണ്ടായത്. ബൈറൺ ആൻഡ് ഹോൾട്ട്, അലാനസ് ബ്രദർ ആൻഡ് ഫാദർ, അതായത് ബ്രയനും ഹോൾട്ടും അലാനയുടെ സഹോദരനും അച്ഛനുമാണ്. ഗോട്ട് ടു മീ ഇൻ എ ഫ്ലാഷ്, അവർ രണ്ടുപേരും അതിവേഗത്തിൽ ഇവളെടുത്തെത്തി. ഹോൾട്ട്സ് ഫേസ് വാസ് വൈറ്റ് ആൻഡ് ഹിസ് ഐസ് വേർ വൈഡ്. ഹോൾട്ടിൻ്റെ മുഖം വിളറിപ്പോയി, കണ്ണുകളൊക്കെ തുറച്ചുപോയി പേടിച്ചിട്ട്. ഓ മൈ ഗോഡ് ഹി സെഡ്, ഓ എൻ്റെ ദൈവമേ എന്ന് അവൻ വിളിച്ചു പറഞ്ഞുപോയി. ബട്ട് ഹി ഡിൻ ഫ്രീക്ക് ഔട്ട്, പക്ഷേ അവൻ പരിഭ്രാന്തനായില്ല, അതായത് ബേജാറായിട്ട് വിഷമിച്ച് ആകെ എന്താ ചെയ്യേണ്ടതെന്നുള്ള അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്കൊന്നും വന്നില്ല. ഇൻസ്റ്റെഡ് ഹി ടുക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. അതിന് പകരം ആ സിറ്റുവേഷനിൽ എങ്ങനെ നിയന്ത്രിക്കണം, അതായത് എങ്ങനെയാണ് ഇവളെ ഏറ്റവും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് ഇവളെ കരക്കെത്തിക്കുക എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഇവൻ നീങ്ങി. അതാണ് ഹി ടുക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഹി പുഷ്ഡ് മീ ബൈ ദ ടെയിൽ ഓഫ് മൈ ബോർഡ് ആൻഡ് ഐ കോട്ട് എ സ്മോൾ വേവ് ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ് ആസ് ഐ ലേ ഓൺ ദ ബോർഡ്. അതായത് ഇവൻ എന്താ ചെയ്തത്, ഇവളെ ആ ബോർഡിൻ്റെ മേലെ കിടത്തി ആ ബോർഡിൻ്റെ പിൻഭാഗം പിടിച്ച് ഒറ്റ തള്ളു കരയിലേക്ക്. അപ്പോൾ ഒരു ചെറിയ തിരമാല വന്നിരുന്നു, അതിനോട് കൂടെ തന്നെ ഇവളങ്ങോട്ട് കരയിലേക്ക് എത്തി. വാട്ട് എവർ ഇമോഷൻ ഹോൾട്ട്, ബൈറൺ ആൻഡ് അലാന വർ ഫീലിംഗ് ദേ കെപ്റ്റ് ഇൻസൈഡ്. ഇവർക്ക് എന്ത് അനുഭവമാണ്, എന്ത് വികാരങ്ങളാണ് ഇവരുടെ മനസ്സിൽ വന്നത്, പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല, അത് അവർ ഉള്ളിൽ ഒതുക്കി. നോബഡി പാനിക്ഡ് ഓർ ലോസ്റ്റ് ദേ ഹെഡ്. ആരും പരിഭ്രാന്തരാവുകയോ ധൈര്യം കൈവിടുകയോ ചെയ്തില്ല. ഈ ലോസ്റ്റ് ദേ ഹെഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം കൈവിട്ടില്ല എന്നാണ് അർത്ഥം. ഇവിടെ വാഷ്ഡ് മീ ഓവർ ദ റീഫ്, റീഫ് എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകൾ. അപ്പം ഈ തിരമാലേൻ്റെ കൂടെ ഇവളെ പിടിച്ച് തള്ളിയപ്പോൾ ഈ പാറക്കെട്ടുകളുടെ മുകളിൽ കൂടെ അങ്ങനെ ഇവള് ആ കരയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി ബട്ട് നോട്ട് സ്യൂയിങ് ബ്ലഡ് ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. ഇവിടെ സ്യൂയിങ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ രക്തം ധാരാളമായിട്ട് ഒഴുകുക. മേജർ ആർട്ടറി ഓപ്പൺ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള, അതായത് മെയിൻ രക്തധമനി, രക്തക്കുഴൽ തുറന്നതുപോലെ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി, എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം രക്തം പോകുന്നുണ്ടായിരുന്നു. ബട്ട് നോട്ട് സ്യൂയിങ് ബ്ലഡ് ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട രക്തധമനി തുറന്നതുപോലെ അല്ലെങ്കിൽ മുറിഞ്ഞതുപോലെ ഒരു രക്തച്ചൊരിച്ചൽ ഇല്ലായിരുന്നു. ഹോൾ ടുക്ക് ഓഫ് ഹിസ് ലോങ് ഗ്രേ സ്ലീവ് rash guard and tied it around the stub of my arm really tight to act as a tourniquet. Tourniquet എന്ന് പറഞ്ഞാൽ രക്തം നിൽക്കാൻ, അതായത് മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം നിൽക്കാനായിട്ട് കെട്ടുന്ന ഒരു തരം കെട്ടിനെയാണ് ഈ ടേണിക്കറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഹോൾട്ട് എന്താ ചെയ്തത്, ഹോൾട്ട് അവൻ ഉടുത്തിരിക്കുന്ന റാഷ് ഗാർഡ്, അതായത് നീന്താൻ ഉപയോഗിക്കുന്ന, സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. അത് ശരീരത്തോട് ഒട്ടി നിൽക്കും, അത് പ്രത്യേക തുണിയാണത്. അത് ഊരിയെടുത്തു. ആ സ്ലീവ്, ലോങ് സ്ലീവുള്ള നീളമുള്ള കൈയുള്ള അത് ഊരിയെടുത്തിട്ട് ഈ ടൈഡ് ഇറ്റ് അറൗണ്ട് ദ സ്റ്റബ് എന്ന് പറയുന്നത്, അതായത് ആ തോളിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഈ കൈ കടിച്ചു പോയത്. അപ്പോൾ ആ ഒരു കുറ്റിമാരത്തെ ഒരു കൈ അവിടെ ഉണ്ടായിരുന്നു, ബാക്കി അവിടെ കെട്ടി, നല്ല ടൈറ്റായിട്ട്, റിയലി ടൈറ്റ് കെട്ടി. ടു ആക്ട് ആസ് എ ടേണിക്കറ്റ്. അപ്പോൾ ഒരു ടേണിക്കറ്റ് പോലെ അത് പ്രവർത്തിക്കും. കാരണം അത് നല്ല ടൈറ്റായിട്ട് കെട്ടുമ്പോൾ പിന്നെ രക്തം ഒഴുക്ക് കുറച്ച് കുറയും, അല്ലെ നിലയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചെയ്തത്. ഹോൾട്ട് ടോൾഡ് മീ ടു കീപ് ടോക്കിംഗ് ടു ഹിം ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഡിഡ്ന്റ് പാസ് ഔട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ. ഈ സമുദ്രത്തിൻ്റെ നടുക്ക് വെച്ചിട്ട് എൻ്റെ ബോധം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോൾട്ട് എന്ത് പറഞ്ഞു എന്നോട്, നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. സോ ഐ വാസ് ടോക്കിംഗ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഓൾദോ ഐ ഡോണ്ട് നോ അബൌട്ട് വാട്ട്, എന്താണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ജസ്റ്റ് ആൻസറിങ് ഹിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രേയിങ് ഔട്ട് ലൗഡ്. അതായത് അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു, അതോടുകൂടെ ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 4ാമത്തെ പാരഗ്രാഫ്. ഇൻ ദ സർജറി റൂം ദേ ഹുക്ക്ഡ് മീ അപ്പ് ടു ലോട്ട്സ് ഓഫ് മെഷീൻസ്. അങ്ങനെ സർജറി റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ ധാരാളം യന്ത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചു. ഇറ്റ് വാസ് ഡോക്ടർ റോവൻസ്കി ഹു വുഡ് ബി ഡൂയിങ് ദ ഫസ്റ്റ് സർജറി. അങ്ങനെ ആദ്യത്തെ സർജറി ചെയ്യാൻ പോകുന്നത് ഡോക്ടർ റോവൻസ്കി ആയിരുന്നു. ആൻഡ് ഹി എക്സ്പ്ലെയിൻ ടു ബോത്ത് മീ ആൻഡ് മാം ഹൗ ഹി വുഡ് ഡു ഇറ്റ്. അതിനുശേഷം അദ്ദേഹം എന്നോടും എൻ്റെ അമ്മയോടും ഈ സർജറി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ വളരെ വിശദീകരിച്ചു തന്നു. യു ഹവ് ലോസ്റ്റ് യുവർ ആം ബെത്തനി, ഹി സെഡ് ജെന്റ്ലി. അങ്ങനെ വളരെ സൗമ്യമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബെത്തനി, നിനക്ക് നിന്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നൗ ദ ഫോക്കസ് ഈസ് ഓൺ സേവിങ് യുവർ ലൈഫ്. ഇപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്
നിന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കും എന്നുള്ളതിലാണ്. മൈ മാം സ്റ്റേഡ് ബൈ മൈ സൈഡ് ദ ഹോൾ ടൈം. എല്ലാ സമയത്തും എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മൈ ഡാഡ് വെന്റ് ഔട്ട് ടു ഡീൽ വിത്ത് വിസിറ്റേഴ്സ് ആൻഡ് ദ എവർ ഗ്രോയിങ് നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ് ഹു ഹേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ടു മീ ആൻഡ് വർ ഈഗർ ടു ബ്രേക്ക് മൈ സ്റ്റോറി. അതായത് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് കേട്ടറിഞ്ഞിട്ട് എൻ്റെ കഥ പുറത്തുവിടാൻ, ഈ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം പുറത്തുവിടാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സന്ദർശകരും പിന്നെ വർദ്ധിച്ചു വരുന്ന ഈ റിപ്പോർട്ടേഴ്സ്, പത്ര റിപ്പോർട്ടേഴ്സും ഇവരൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് എൻ്റെ അച്ഛൻ പുറത്തേക്ക് പോയി. ഇൻ ദ ഹോസ്പിറ്റൽ I would look over at the bandaged stump where my arm used to be and think, now what? ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എൻ്റെ കൈ ഒരിക്കലുണ്ടായിരുന്ന ആ സ്ഥലത്തിപ്പോൾ അങ്ങനെ കെട്ടിച്ചുറ്റി വെച്ച ഒരു കുറ്റിമാരിയുള്ളൂ സാധനമുള്ളൂ. കൈയിൻ്റെ അത്രേ ഭാഗമേ ഉള്ളൂ, ബാക്കി കൈ ഇല്ല. ഒരിക്കലും അവിടെ കൈ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഇങ്ങനെ നോക്കും ഞാൻ. എന്നിട്ട് ഞാൻ ചിന്തിക്കും, നൗ വാട്ട്? ഇനി എന്ത്? അടുത്തത് എന്താ? ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. For a while, I doubted whether I would ever surf again. കുറച്ചു കാലത്തേക്ക് എനിക്ക് വീണ്ടും സർഫിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. എവറിബഡി നോസ് ദാറ്റ് ഇറ്റ് ടേക്സ് 2 arms to surf. എല്ലാവർക്കും അറിയായിരുന്നു സർഫിംഗ് ചെയ്യണമെങ്കിൽ 2 കൈയിൻ്റെ ആവശ്യമുണ്ടെന്ന്. ഐ ട്രൈ ടു ടെൽ മൈസെൽഫ്. ഞാൻ എന്നോടായിട്ട് തന്നെ പറയാൻ ശ്രമിച്ചു. എന്താണത്? ഹേയ്, ഐ ആം ഓക്കെ വിത്ത് ദിസ്. ഇത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ മീൻ സർഫിംഗ് ഈസിൻറ്റ് എവറിത്തിങ്, റൈറ്റ്? അതായത് സർഫിംഗ് മാത്രമല്ലല്ലോ, യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു ടു ഹാവ് ഫൺ. നിനക്ക് ആസ്വദിക്കാനായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നീ അത് കണ്ടെത്തും. ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്, ഐ ടോൾഡ് മൈ ഡാഡ്. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ആവണം എനിക്ക്. ദാറ്റ് വാസ് മൈ വേ ഓഫ് സേയിങ്, ലിസൺ, ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ. അതായത് എൻ്റെ സർഫിംഗ് ഡേയ്സ്, അതായത് ഞാൻ സർഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആ ദിവസങ്ങളൊക്കെ തീർന്നു, ഇനിയില്ല, ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു വളഞ്ഞ രീതിയായിരുന്നു എനിക്ക് സർഫ് ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ളത്. ഹി ജസ്റ്റ് നോഡഡ്. അച്ഛൻ അത് കേട്ടിട്ട് ഒന്ന് തല കുലുക്കി. ഐ എം ഷുവർ യു വിൽ ബി ആൻഡ് ട്രൈ ടു സ്മൈൽ. അച്ഛൻ പറഞ്ഞ്, ഷുവറാണ്, തീർച്ചയായിട്ടും നീ നല്ലൊരു സർഫ് ഫോട്ടോഗ്രാഫർ ആകും എന്ന് പറഞ്ഞ് അച്ഛനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പറ്റിയില്ല എന്ന് തോന്നുന്നത്. എനിവേ, ഹി ന്യൂ വാട്ട് ഇറ്റ് മെന്റ് ആസ് വെൽ. അതായത് അദ്ദേഹത്തിനും അറിയായിരുന്നു ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ബൈ സാറ്റർഡേ ഐ ചേഞ്ച്ഡ് മൈ മൈൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിംഗ് അഗെയിൻ. പക്ഷേ ശനിയാഴ്ച ആയപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സ് മാറ്റി, എൻ്റെ ചിന്തകളൊക്കെ മാറ്റി, വീണ്ടും സർഫിങ്ങിന് പോകണം എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചു തുടങ്ങി. 5ാമത്തെ പാരഗ്രാഫ്. ഐ വാസ് ഫീലിംഗ് ബെറ്റർ, മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി and there were so many people coming to see me and give me pep talks. അതായത് എനിക്ക് സുഖം തോന്നി തുടങ്ങിയിരുന്നു, എൻ്റെ മനസ്സിൻ്റെ മങ്ങൽ കുറഞ്ഞു. അതായത് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ഭയവും വിഷമമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിരുന്നു. പിന്നെ and there were so many people coming to see me and give me pep talks. ഇവിടെ pep talks എന്ന് പറഞ്ഞാൽ പ്രോത്സാഹന വാക്കുകൾ, ഓക്കെ, ധൈര്യപ്പെടുത്താനുള്ള വാക്കുകൾ, അതൊക്കെ പറയാൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്നെ കാണാനും ഈ പ്രോത്സാഹന വാക്കുകൾ നൽകാനുമായി ധാരാളം ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവ്രി വൺ. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ധൈര്യമുള്ളവളായി അഭിനയിച്ചു. അങ്ങനത്തെ ഒരു മുഖഭാവം കൊണ്ട് ഇരുന്നു ഞാൻ. ബട്ട് ഐ കാൻ പ്രിറ്റൻഡ് ഇറ്റ് ഡിൻ ഗെറ്റ് ടു മീ അറ്റ് ടൈംസ്. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കാതെ വന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ, ഐ ഹാഡ് മൈ ബ്രദേഴ്സ് ടു പുൾ മീ ബാക്ക്. അതായത് ഞാൻ എപ്പോഴെങ്കിലും വിഷമത്തിലാവുന്നതിന് ഒരു അവസരം വന്നാൽ, അല്ല വിഷമിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ സഹോദരങ്ങളുണ്ടായിരുന്നു എന്നെ തിരികെ കൊണ്ടുവരാനായിട്ട്. അതായത് പുൾ മീ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്നെ തിരികെ കൊണ്ടുവരാനായിട്ട്, ആ വിഷമ സാഹചര്യത്തിൽ നിന്ന് എന്നെ തിരികെ കൊണ്ടുവരാനായിട്ട് എൻ്റെ കൂടെ എൻ്റെ സഹോദരങ്ങളുണ്ടായിരുന്നു. ദേ വേർ ലെയ്ഡ് ബാക്ക് ആസ് ഓൾവേസ്. അവർ എപ്പോഴും പോലെ ശാന്തമായിരുന്നു. ദേ നെവർ ലെറ്റ് മീ നോ ദെയർ ഹൊറർ ഓർ സീ ദെയർ പെയിൻ ഓർ ഫിയർ. അവർക്ക് സംഭവിച്ച ആ ഞെട്ടല്, വേദന, ഭയം, ഇതൊന്നും എന്നെ ഒരിക്കലും അവർ അറിയിച്ചില്ല. തിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്. തിമോത്തി എപ്പോഴും എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് നോഹ വാസ് മൈ ബിഗസ്റ്റ് പ്രൊട്ടക്ടർ. നോഹയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സംരക്ഷകൻ.
They were so strong and that helped me to be strong too. ഇവർ വളരെ ശക്തരായിരുന്നു. അതെന്നെ ആയിരുന്നു എന്നെയും സഹായിച്ചത്. എന്തിന്? ശക്തമായിട്ടിരിക്കാൻ, വളരെ ഭയമൊന്നുമില്ലാതെ ഇരിക്കാനായിട്ട് എന്നെ സഹായിച്ചത് ഇവരുടെ ആ മനഃശക്തിയാണ്. ബിഫോർ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഇൻ ഫാക്ട് by the second day of my 1-week stay, I was talking differently about the possibility of surfing again. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ, അതായത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരാഴ്ചത്തെ താമസത്തിൻ്റെ 2-ാം ദിവസമായപ്പോഴേക്കും വീണ്ടും സർഫിങ്ങിനെ കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അതായത് വീണ്ടും സർഫിംഗ് ചെയ്യുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ വ്യത്യസ്തമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങി. ടോക്കിംഗ് ഡിഫറൻ്റ്ലി, അതാണ് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ സംസാരിച്ചു തുടങ്ങി. മൈ ഹോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈഡ് ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. എൻ്റെ കുടുംബം മുഴുവനും എന്നെ പിന്തുണയ്ക്കുകയും കഴിയുന്നത്ര എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മൈ പാരൻസ് ഹാഡ് നോ ഡൗട്ട് ദാറ്റ് ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് അപ്പ് ഓൺ എ ബോർഡ്. ഒരു ബോർഡിൽ, അതായത് സർഫിംഗ് ബോർഡിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്കൊരു വഴി കണ്ടെത്താൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ന്യൂ ദേ ഫെൽറ്റ് മൈ കോമ്പറ്റീറ്റീവ് ഡേയ്സ് വെർ ഓവർ. പക്ഷേ എൻ്റെ മത്സര ദിനങ്ങൾ അവസാനിച്ചു എന്ന് അവർക്ക് തോന്നുന്നുണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു. ബെറ്റനി, ഐ ആം ഷുവർ യു ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു, മൈ ഡാഡ് ടോൾഡ് മീ. അതായത് എൻ്റെ അച്ഛൻ എന്നോട് എന്താ പറഞ്ഞത്? ബെറ്റനി, നീ മനസ്സ് വെച്ചാൽ നിനക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം. അതായത് എൻ്റെ അച്ഛനമ്മയ്ക്കും വല്ലാതെ പ്രയാസമേറിയ സമയം ആയിരുന്നു അത്. നീദർ ഓഫ് ദം വാസ് ഏബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months. രണ്ടുപേർക്കും ഏകദേശം 3 മാസത്തേക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. വിച്ച് പുട്ട് എ ബിഗ് ഫിനാൻഷ്യൽ ബർഡൻ ഓൺ എ ഫാമിലി. അതുകൊണ്ട് വളരെ ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഞങ്ങളുടെ കുടുംബത്തിന് വന്നു. 7ാമത്തെ പാരഗ്രാഫ്. മൈ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് മൈ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ came just as we were leaving the hospital. എൻ്റെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്നതിൻ്റെ ആദ്യ സൂചന ഞങ്ങൾ ആസ്പത്രി വിടുന്ന സമയത്താണ് എനിക്ക് ലഭിച്ചത്. ഓക്കെ, പിന്നെന്താ അവിടെ പറയുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസ്, അതായത് മെയിൻ എൻട്രൻസ് വഴി, അതായത് പ്രധാന കവാടത്തിലൂടെ പുറത്ത് പോകുന്നതിന് പകരം വി ഹാഡ് ടു ഗോ ത്രൂ എ മെയ്സ് ഓഫ് ഹോൾവേസ് ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ. പ്രധാന കവാടത്തിലൂടെ പോകുന്നതിന് പകരം ഞങ്ങൾക്ക് ഇടനാഴിയിലൂടെ ഒക്കെ പോയി കറങ്ങി നടന്നിട്ട് പിൻവാതിൽ പോയിട്ട് അതിലൂടെ പുറത്ത് കിടക്കുന്നതായിട്ട് വന്നു. There were hospital security guards with us. ഞങ്ങളുടെ കൂടെ ആസ്പത്രിയിലെ സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നു. And when we got to our car, ഞങ്ങളുടെ കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ there were 2 Kauai policemen who followed us to a house in Anahola where I could continue to recover in privacy. എന്നെ സ്വകാര്യതയോടെ സുഖം പ്രാപിക്കാൻ അനുവദിക്കുന്നതിനായിട്ട് അനഹോല എന്ന സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു. അനഹോല എന്ന സ്ഥലത്ത് ഒരു വീട്ടിലേക്ക് ഞങ്ങളെ അനുഗമിക്കാൻ, ഞങ്ങളെ കൂടെ വരാനായിട്ട് 2 ഹവായ് പോലീസുകാരും കൂടെ ഉണ്ടായിരുന്നു. മൈ പാരൻസ് എക്സ്പ്ലെയിൻഡ് ടു മീ ദാറ്റ് there was a mob of TV people eagerly waiting to show microphones in my face. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ മൈക്രോഫോൺസ് ഇങ്ങനെ വെച്ച് നീട്ടാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന TV മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടെന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നോട് വിവരിച്ചു തന്നു. ഓക്കെ, ഓണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീയിങ് ഇൻ ദ സ്പോട്ട്ലൈറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധാ കേന്ദ്രമാവുക. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ശ്രദ്ധാ കേന്ദ്രമാകാൻ വേണ്ടിയിട്ട് സത്യത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഐ എഗ്രി ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ കിട്ടുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുക, അങ്ങനത്തെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ സമ്മതിച്ചു. സ്ട്രേഞ്ചേഴ്സ് സ്റ്റിൽ അപ്രോച്ച് മീ ഓൺ ദ ബീച്ച്, ഇൻ എയർപോർട്ട്സ്, ഇൻ ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. പരിചയമില്ലാത്തവർ എന്നെ ബീച്ചിലും വിമാനത്താവളത്തിലും കടകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ വന്നിട്ട് എന്നെ സമീപിക്കാറുണ്ട്.
ദേ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്സ്. അവരെന്നോട് ഓട്ടോഗ്രാഫ് ചോദിക്കും. ദേ കം അപ്പ് ആൻഡ് ടെൽ മീ ഐ ആം ആൻ ഇൻസ്പിറേഷൻ. അവരെന്നോട് വന്നിട്ട് പറയും, നിങ്ങൾ എനിക്കൊരു പ്രചോദനമാണ്. ഐ ആം ഇൻറ്ററപ്റ്റഡ് അറ്റ് ഡിന്നർ ബൈ പീപ്പിൾ വാണ്ടിങ് ടു ബി ഇൻ എ ഫോട്ടോ വിത്ത് മീ. ഞാൻ പലപ്പോഴും ആഹാരമൊക്കെ കഴിക്കുന്ന സമയത്ത് ഹോട്ടലിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തിയിട്ട് ആൾക്കാർ വന്നിട്ട് എന്നോട് പറയും, നിങ്ങളെ കൂടെ നിന്നിട്ടൊന്ന് എനിക്ക് സെൽഫി എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കഴിക്കുന്ന സമയമൊക്കെ ഒരു ഇൻട്രപ്ഷൻ ചെയ്യാറുണ്ട്, അതായത് ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇറ്റ്സ് ടോട്ടലി ബസാർ എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഒരു വിചിത്രമായ കാര്യമാണ്. ബീയിങ് എ ടോപ്പ് പ്രൊഫഷണൽ സർഫർ വുഡ് ഹാവ് ബോട്ട് me only a silver of this recognition and probably only within the tight-knit surfing community. ഒരു മികച്ച പ്രൊഫഷണൽ സർഫർ ആയിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു ലെവൽ വരെയുള്ള ഒരു അംഗീകാരം കിട്ടില്ലായിരുന്നു. അതാണ് പറയുന്നത്, മീ ഓൺലി എ സിൽവർ ഓഫ് ദിസ് റെക്കഗ്നിഷൻ. അതായത് സ്വർണത്തിന്റെ നിലവാരം വരെ പോവില്ല, അവിടുന്ന് കുറച്ച് താഴ്ത്ത് സിൽവർ നിലവാരം വരെ, അതായത് ആ ഉയർന്ന നിലവാരം കിട്ടില്ലായിരുന്നു. ആൻഡ് പ്രോബബ്ലി ഓൺലി വിതിൻ ദ ടൈറ്റ് നിറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി. അതും മിക്കവാറും സർഫിംഗ് മേഖലയിൽ മാത്രമായി ഒതുങ്ങിപ്പോയേനെ. ഐ ഹാഡ് ടു ലേൺ ഹൗ ടു പാഡൽ ഈവൻലി വിത്ത് വൺ ആം. അതായത് ഒരു കൈ കൊണ്ട് തുഴഞ്ഞിട്ട് എങ്ങനെ ആ സർഫ് ബോർഡിൽ ബാലൻസ് ചെയ്ത് നിൽക്കണം എന്ന് ഞാൻ പഠിക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് വെൻ ഐ ഫെൽറ്റ് ദ വേവ് പിക്ക് മീ അപ്പ്. ഈ തിരമാല ഈ സർഫ് ബോർഡിനെ ഇങ്ങനെ ഉയർത്തി തുടങ്ങുമ്പോൾ ഐ ഹാഡ് ടു പുട്ട് മൈ ഹാൻഡ് ഫ്ലാറ്റ് ഓൺ ദ സെന്റർ ഓഫ് ദ ഡെക്ക് to get to my feet rather than grabbing the surfboard rail the way you would if you had two hands. നമുക്ക് രണ്ട് കൈയുള്ള സമയത്ത് ഈ സർഫിംഗ് ബോർഡിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഈ ബോർഡിന്റെ സൈഡ് റെയിൽ പിടിച്ചിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ എനിക്ക് ഒരു കൈയേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു കൈ വെച്ചിട്ട് ഈ ബോർഡിന്റെ സെന്ററിൽ കുത്തിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ വേണം എഴുന്നേറ്റ് നിൽക്കാനായിട്ട്. അതും എനിക്ക് പഠിക്കേണ്ടതായിട്ട് വന്നു. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഡിൻ വർക്ക്. എൻ്റെ ആദ്യത്തെ കുറച്ച് ശ്രമങ്ങളൊന്നും ശരിക്കും വിജയിച്ചില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ്. എനിക്ക് ശരിക്കും അതിൻ്റെ മേലെ ബോർഡിൻ്റെ മേലെ എണീറ്റ് നിൽക്കാൻ പറ്റിയില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. ശരിക്കും ഞാൻ വിചാരിച്ചു ഇത് എളുപ്പം അങ്ങ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് നിരാശ തോന്നി എന്നുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. മൈ ഡാഡ് ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ കെപ്റ്റ് ഷൗട്ടിങ്, ബെറ്റാനി ട്രൈ ഇറ്റ് വൺ മോർ ടൈം. അതായത് ഞാൻ ട്രൈ ചെയ്യുന്നു, വീഴുന്നു, പിന്നെയും ട്രൈ ചെയ്യുന്നു, വീണു പോകുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്യ്, വിട്ടുകളയല്ല എന്ന് പറയുന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദിസ് വൺ വിൽ ബി ഇറ്റ്. ഇപ്രാവശ്യം ഒന്നും കൂടെ ചെയ്യ്, അത് സംഭവിക്കും, നിനക്ക് കിട്ടും. അങ്ങനെ സോ ഐ ഡിഡ്. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്തു. ദെൻ ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ ഒരിക്കൽ ചെയ്തപ്പോൾ അത് സംഭവിച്ചു. എ വേവ് റോൾസ് ത്രൂ. അങ്ങനെ ഒരു തിരമാല അങ്ങനെ ഉയർന്നു വന്നു. ഐ കോട്ട് ഇറ്റ്. അങ്ങനെ ഞാൻ അതിനെ കൂടെ പിടിച്ചു. പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ് ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്. അങ്ങനെ ഞാൻ ഒറ്റ കൈ വെച്ച് തള്ളി ചാടി എഴുന്നേറ്റ് നിന്നു. ഐ ഗെസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ടെക്നിക് വൈഡ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഈ ടെക്നിക്ക് എനിക്ക് മെല്ലെ വഴങ്ങി തുടങ്ങിയെന്ന്. ഓഫ് കോഴ്സ് വൺസ് ഐ വാസ് ഓൺ മൈ ഫീറ്റ് എവറിത്തിങ് വാസ് ഈസി. ശരിയാണ്, ഒന്ന് ഞാൻ ബോർഡിന് മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യം എനിക്ക് വളരെ എളുപ്പമായിരുന്നു. It's hard for me to describe the joy I felt after I stood up and rode a wave in for the first time after the attack. ആ അറ്റാക്കിന് ശേഷം, അതായത് ആ ആക്രമണത്തിന് ശേഷം ഒരിക്കൽ ഒരു തിരമാലയിലൂടെ ഞാൻ അങ്ങോട്ട് സർഫിംഗ് ചെയ്തപ്പോൾ അതിൻ്റെ ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും ഉപരിയായിരുന്നു. ഐ വാസ് ഇൻക്രെഡിബിളി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ഇൻസൈഡ്. എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളും സന്തോഷവതിയുമായി തീർന്നു. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് ദാറ്റ് വുഡ് സംടൈം ടെൽ മീ യു വിൽ നെവർ സർഫ് അഗെയിൻ വാസ് ഗോൺ ഇൻ വൺ വേവ്. ഈ ഒരൊറ്റ തിരയിൽ സർഫ് ചെയ്തതോടുകൂടെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. യു വിൽ നെവർ സർഫ് അഗെയിൻ, അതായത് നീ ഇനി ഒരിക്കലും സർഫ് ചെയ്യില്ല. ആ ഒരു സംശയം അതോടെ പോയി, ഈ ഒരു സർഫിങ്ങോടുകൂടെ മാറിപ്പോയി. ഈവൻ ദോ ഐ വാസ് ഓൾ വെറ്റ്, I felt tears of happiness trickling down my face. ഞാൻ മുഴുവൻ നനഞ്ഞിരുന്നു. എന്നിട്ട് പോലും എൻ്റെ ആ സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് ആ കവിളിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നത് ഞാൻ അനുഭവപ്പെട്ടു. In 2010, Bethany's story was made into a Hollywood film, Soul Surfer. അങ്ങനെ ഈ അനുഭവകഥ ആസ്പദമാക്കിയിട്ട് 2010 ഒരു സിനിമ നിർമ്മിച്ചു. അതിൻ്റെ പേരാണ് സോൾ സർഫർ.
ഓക്കെ സ്റ്റുഡൻസ്, ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തണം.